ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇലയടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഇലയട റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ ഒരുപാട് അമൃതപ്പൊടി കിട്ടുന്നുണ്ടാകും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാത്തവരുണ്ടാവും, കഴിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ട് അവർക്ക് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. അപ്പം ഇനി ഒട്ടും വൈകാതെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാനുള്ള ഒരു ഫില്ലിങ് ഇട്ടാൽ ഒരു തേങ്ങയുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് കയ്യിലില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേന്ത്രപ്പഴം ഫില്ലിങ്ങിൽ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, തിരിച്ചും ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രമേ ഇടയ്ക്ക് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ഒന്നും അളവ് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഫില്ലിങ്ങിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 2 ടീസ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ശർക്കര പാനിയൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ ഫില്ലിങ് റെഡിയാക്കി എടുക്കില്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സിമ്പിളാണെന്ന് മാത്രം. അപ്പോൾ ശർക്കര പാനിയിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട്, റൈസിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ബദാമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ബൗളിലേക്ക് 2 കപ്പ് നിറയെ അമൃതം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അമൃതം പൊടി പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തതാണ് കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് നല്ല ചൂടോടു കൂടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അമൃതപ്പൊടി നമ്മൾ സാധാരണ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒന്നും ചെയ്തെടുക്കുന്ന പോലെയല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. എന്നാൽ ഓവർ ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മൊത്തമായിട്ടൊന്ന് കൂടി കിട്ടിയാൽ മതി. പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതാ ഒരു പീസ് വായില നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനാണ് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെ അവിടെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അമൃതപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കാതെ നിൽക്കണ്ട. ഗോതമ്പൊടി ഉണ്ടെങ്കിലും ഈ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഫില്ലിങ്ങിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം ഞാനിപ്പോൾ അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തിന്നാക്കി പരത്തിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ഇല വാട്ടിയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് വലിയ സൈസിലുള്ള അടയാണ് കേട്ടോ. അപ്പം വെന്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ വലിയ സൈസിൽ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞു അട മതി എന്നുണ്ടെങ്കിൽ ചെറിയതാക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഉണ്ടോ ഈ രീതിയിൽ. പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കട്ടെ. അപ്പോഴാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലല്ലേ കുഴച്ചെടുത്തത്, അപ്പോൾ ഓവർ വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഫ്ലോപ്പായി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ആ ഒരു അമൃതം പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ടേസ്റ്റും കാര്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അമൃതം പൊടിയുടെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യാതിരിക്കേണ്ട. നല്ല ടേസ്റ്റാണ്, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇനിയിപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കാഷ്യൂനട്ട് റൈസിൻസും ബദാമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് റിച്ചായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമ്മൾ സാധാരണ അമൃതപ്പൊടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടികളൊക്കെ കുറുക്കൊക്കെ റെഡിയാക്കി കൊടുക്കും, അതല്ലെങ്കിൽ സാധാരണ പുട്ടൊക്കെ റെഡിയാക്കി കൊടുക്കല്ലേ ചെയ്യാറ്. ഇനിയിപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിലൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.